കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഇത്തവണ ശമ്പളത്തിൽ വൻ വർധനയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും മിതമായ പരിഷ്കാരമായിരിക്കും വരുത്തുകയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ക്ഷാമബദ്ധ അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കണമെന്നുള്ള തൊഴിലാളി യൂണിയനുകളുടെ ആവശ്യങ്ങൾ സർക്കാർ അതേപടി അംഗീകരിച്ചേക്കില്ല. കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഇത്തവണ ശമ്പളത്തിൽ വലിയൊരു വർധന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും മിതമായ പരിഷ്കാരമായിരിക്കും വരുത്തുക എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നതും. ഫിറ്റ്മെന്റ് ഫാക്ടർ 3.83 ഉയർത്തുമെന്നും ക്ഷാമബത്ത അഥവാ DA അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുമെന്നുള്ള തൊഴിലാളി യൂണിയനുകളുടെ ആവശ്യങ്ങൾ സർക്കാർ അതേപടി അംഗീകരിച്ചേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. സാമ്പത്തിക ബാധ്യതയും സംസ്ഥാന സർക്കാരുകൾക്ക് മേലുണ്ടായേക്കാവുന്ന സമ്മർദ്ദവും കണക്കിലെടുത്ത് മിതമായ ഫോർമുല മാത്രമായിരിക്കും സ്വീകരിക്കുന്നത്. 8ാം ശമ്പള കമ്മീഷന് തൊഴിലാളി യൂണിയനുകൾ സമർപ്പിച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ഫിറ്റ്മെന്റ് ഫാക്ടർ 3.83 ഉയർത്തണമെന്നാണ് യൂണിയനുകളുടെ പ്രധാന ആവശ്യം. വിലക്കയറ്റവും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് മൂലം വാങ്ങൽ ശേഷിയിൽ ഉണ്ടാകുന്ന കുറവ് പരിഹരിക്കാൻ ഇത്തരത്തിലുള്ള വർധന അനിവാര്യമാണെന്നാണ് യൂണിയനുകൾ വാദിക്കുന്നതും. ക്ഷാമബത്ത അഥവാ DA അടിസ്ഥാന ശമ്പളത്തോട് ലയിപ്പിക്കുക എന്ന നിർദ്ദേശവും ചർച്ചകളിലുണ്ട്. ശമ്പള പരിഷ്കരണത്തിലെ നിർണായകമായ ഘടകമാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ. പഴയ അടിസ്ഥാന ശമ്പളത്തെ അല്ലെങ്കിൽ പെൻഷൻ പുതിയ ശമ്പള ഘടനയിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണിത്. നിലവിലെ അടിസ്ഥാന ശമ്പളം ഫിറ്റ്മെന്റ് ഘടകത്തോട് ഗുണിച്ച് പുതിയ അടിസ്ഥാന ശമ്പളം എന്ന രീതിയിലാണ് കണക്കുണ്ടാവുക. 7ാം ശമ്പള കമ്മീഷൻ 2.57 എന്ന ഫിറ്റ്മെന്റ് ഫാക്ടറാണ് നടപ്പിലാക്കിയത്. ഇതോടെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 7,000 രൂപയിൽ നിന്ന് 18,000 രൂപയായി വർദ്ധിച്ചതും കണ്ടിരുന്നു. എന്തുകൊണ്ടാണ് കാര്യമായ വർധനവില്ലാത്തത് എന്ന ചോദ്യമുണ്ട്. വലിയ തോതിലുള്ള ശമ്പള വർധന കേന്ദ്ര ഖജനാവിന് കനത്ത സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്നത് തന്നെയാണ് പ്രധാന കാരണം. കേന്ദ്രം ശമ്പളം കുത്തനെ വർദ്ധിപ്പിച്ചാൽ സംസ്ഥാന സർക്കാരുകൾക്കും സമാനമായ രീതിയിൽ ശമ്പള പരിഷ്കരണം നടത്തേണ്ടി വരും. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കാൻ ഇത് ഇടയാക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ പെൻഷൻ, വിരമിക്കൽ ആനുകൂല്യങ്ങൾ എന്നിവയിൽ ഉണ്ടായേക്കാവുന്ന വൻ വർധനവും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. പണപ്പെരുപ്പത്തിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിലും സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിനായി സന്തുലിതമായ ഒരു ഫോർമുല കണ്ടെത്താനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. മുൻകാലങ്ങളിലേതുപോലെയുള്ള വർധന 8ാം ശമ്പള പരിഷ്കരണത്തിൽ സർക്കാർ സ്വീകരിക്കില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഫിറ്റ്മെന്റ് ഫാക്ടർ സംബന്ധിച്ച് സർക്കാർ സ്വീകരിക്കുന്ന അന്തിമ തീരുമാനമായിരിക്കും ജീവനക്കാരുടെ ശമ്പള വർധനവ് എത്രയാണ് എന്ന് നിശ്ചയിക്കുന്നത്. പണപ്പെരുപ്പവും സർക്കാരിന്റെ സാമ്പത്തിക ശേഷിയും തമ്മിൽ പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള പരിഷ്കരണത്തിനാണ് സാധ്യതയുള്ളത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.